ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് ലെഫ്റ്റ് ഓവറൊക്കെ വരുന്ന ദോശമാവ് വെച്ച് വളരെ പെട്ടെന്ന് 4 മണിക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു 2 കപ്പോളം ഉള്ള ദോശ ബാറ്ററാണ് ഇതേപോലെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആദ്യമേ തന്നെ ഞാൻ ഒരു പിടിയോളം ഉള്ള തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ കാണും തേങ്ങ, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും, അതേപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് ഇതേപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തതും, അതേപോലെ തന്നെ കറിവേപ്പില ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതും കൂടെയാണ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള മുഴുവനെയുള്ള കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ദോശ ബാറ്ററി ഓൾറെഡി ഉപ്പുണ്ട്, പിന്നെ അത് നോക്കിയതിന് ശേഷം ബാക്കി കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് മൈദയാണ്. മൈദ വെച്ച് ഈ ബാറ്റർ അത്യാവശ്യം ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ലാത്ത ഒരു ബാറ്റർ ആക്കി എടുക്കണം. അപ്പം കുറച്ച് മൈദ ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നോക്കുക. അപ്പോൾ ഇപ്പോഴും നല്ല ഒരു ലൂസ് ബാറ്ററായിട്ടാണ് ഇരിക്കുന്നത്. വീണ്ടും കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ കുറച്ച് മൈദയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇടുന്ന ടൈമിൽ നമുക്ക് പതിയെ വീഴുന്ന ടൈപ്പ് മാവാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത്. ഈ ഒരു കറക്റ്റ് പരുവാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാനിവിടെ അപ്പോൾ മൈദയൊക്കെ ചേർത്ത് ഇതേപോലെ കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി വെച്ചിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതൊന്ന് കലക്കി വെക്കുന്ന ടൈമും കൊണ്ട് ഇവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ എണ്ണ നല്ല രീതിയിലൊന്ന് ചൂടായിരിക്കുക. ചൂടായ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ കയ്യിലെടുത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലൊന്നും ചെയ്യേണ്ട, തനിയെ തന്നെ കണ്ടോ ഇതേപോലെ ഒന്ന് ബോൾസായിട്ട് കറക്റ്റ് ഷേപ്പിൽ വരും. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് അകമൊക്കെ ഒന്ന് കുക്കായി പുറമേ നല്ല ക്രിസ്പിയായി ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ കറക്റ്റ് പരുവായിട്ടുണ്ട്. അകമൊക്കെ ഒന്ന് വെന്ത് പുറമേയൊക്കെ ഇതേപോലെ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നിങ്ങ് കോരി മാറ്റുമ്പോൾ കണ്ടോ നല്ല അടിപൊളി ഷേപ്പ് ഒന്നും നോക്കുന്നില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ പിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. കറക്റ്റ് ഷേപ്പിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു അടിപൊളി സ്നാക്കാണ്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കുഞ്ഞുങ്ങൾക്ക് വൈകിട്ട് 4 മണിക്ക് കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.